ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടാനായി കള്ളക്കഥകൾ മെനഞ്ഞ ഭർത്താവിനെ പോലീസ് പിടികൂടിയത് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ. കൊല്ലം മരുതൂർകുളങ്ങരയിൽ 27-കാരിയായ ശ്യാമയെ ഭർത്താവ് രാജീവ് കുമാർ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. സ്വന്തം മകൾക്കുണ്ടായ ദുരന്തം മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയിലാണ് അച്ഛൻ ബാബുവും കുടുംബവും. എൻ്റെ മോളിതാണ്, ശ്യാമയെന്നാണ് പേര്. പൊടിമോളെന്ന് ഞങ്ങളെല്ലാം വിളിക്കുന്നത്. ഈ മോള് അവനെ സ്നേഹിച്ചു പോയതാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വിളിച്ചുകൊണ്ട് വന്ന് വിവാഹമായിട്ട് നടത്തി കൊടുത്തതാണ്. ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്ന എൻ്റെ പിഞ്ചു മക്കളെ അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരെ ഒരു കാരണവശാലും ഒരു പൈതങ്ങളിൽ നിങ്ങൾ സ്നേഹിച്ചു പോകരുത്. സ്നേഹിച്ചു പോയാൽ വരുന്ന അവസ്ഥകൾ ഇതായിരിക്കും. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം അതിവിദഗ്ധമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതി. 12-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഇവിടെ മണ്ണൂർക്കാവിലെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഈ നാടൊന്നാകെ ആ ഉത്സവത്തിൽ പങ്കെടുക്കുകയാണ്. ആ സമയത്താണ് തൻ്റെ ഭാര്യ ശ്യാമ ബോധരഹിതയായി കിടക്കുന്നുവെന്ന് പ്രതിയായിട്ടുള്ള രാജീവ് നാട്ടുകാരെ അറിയിക്കുന്നത്. ഇവിടെയാണ് ശ്യാമയുടെ മൃതദേഹം കണ്ടെത്തിയത്. ശ്യാമയെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് സംശയമുണ്ടായിരുന്നു. ഇതൊരു മരണം, കൊലപാതകമാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. ആ സംശയം ബന്ധുക്കളെ ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. ഏതൊരു കുറ്റവാളിയും ഒരു ചെറു തെളിവെങ്കിലും അവശേഷിപ്പിക്കും എന്ന് പറയില്ലേ? ഈ കേസിൽ രാജീവ് കുമാറും അങ്ങനെ ഒരു തെളിവ് അവശേഷിപ്പിച്ചു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ നാട്ടുകാരോട് കള്ളം പറയാൻ വേണ്ടി രാജീവിന് വേണ്ടി മുൻഭാഗത്തൂടി പോകാമായിരുന്നു, മുൻവാതിലിൽ കൂടി പോകാമായിരുന്നു. പക്ഷേ അയാൾ ചെയ്തില്ല. അയാൾ പകരം ഈ അടുക്കള വാതിൽ അകത്ത് നിന്ന് ചവിട്ടി പൊളിക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തേക്ക് പോകണമെങ്കിൽ ഇയാൾക്ക് ഈ വാതിലിൻ്റെ ഈ ഒളാമ്പൽ മാറ്റിയ ശേഷം പുറത്തേക്ക് പോകാമായിരുന്നു. മാത്രമല്ല ഈ ഒരു കള്ളന്മാർ മറ്റും കയറാതിരിക്കാൻ വേണ്ടി ഒരു ബന്ദോബസ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് എടുക്കാതെയാണ് അയാൾ നേരെ ചെന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് സംശയം ഇത് കൊലയാളി ഇയാൾ തന്നെയാണ് എന്നുള്ളത്. 10 വർഷക്കാലമായി മോളിങ്ങനെ പോയിട്ട്. അന്ന് തൊട്ടേ അടിയും പിടിയും ബഹളവും ഒക്കെ. അന്ന് തൊട്ട് പല പ്രാവശ്യങ്ങളും എൻ്റെ മോൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോളെ നീ ബന്ധമൊഴി നിനക്ക് പറ്റിയതല്ല. കാരണം ഇവന് പറ്റത്തില്ല, ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. സ്നേഹിച്ച് കല്യാണം കഴിച്ചതിൻ്റെ പേര് ഇവനെ വിടാനൊക്കത്തില്ല. പിന്നെ ഞങ്ങളെ തന്നെ എന്തോ പറയും. ഒരു ദിവസം മുഴുവൻ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നിട്ടും ആദ്യം ഭാര്യയെ കൊലപ്പെടുത്തിയത് താനാണ് എന്ന് സമ്മതിക്കാൻ രാജീവ് കുമാർ തയ്യാറായിരുന്നില്ല. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് അടക്കമുള്ള തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റസമ്മതം അയാൾ നടത്തിയത്. അപ്പോൾ ഇപ്പോഴും അവൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാനല്ല അത് ചെയ്തതെന്നാണ് പറയുന്നത്. പകുതിയൊക്കെ പറയുന്നുള്ളൂ. അവനല്ലെങ്കിൽ ആരാ ചെയ്തത്? അവനല്ലേ എൻ്റെ കുഞ്ഞിനെ വന്ന് കാണുന്നത് അവനാ. പ്രണയിച്ചാണ് ശ്യാമയും രാജീവും വിവാഹം കഴിച്ചത്. അവർക്ക് 8ഉം 1.5 വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ ഈ ലോകത്തു നിന്ന് നഷ്ടമായി. അച്ഛൻ ജയിലിലുമായി. ഇനി അമ്മാവന്മാരുടെ സംരക്ഷണയിലാണ് ആ കുഞ്ഞുങ്ങൾ വളരേണ്ടത്. രാജീവ് കുമാർ കൃത്യമായ ജോലിക്ക് പോകുന്ന ഒരാളായിരുന്നില്ല. അയാളുടെ ജീവിത ചെലവുകൾ അടക്കം നോക്കിയിരുന്നത് ഭാര്യയുടെ കുടുംബാംഗങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഒരു കൊലപാതകം നടത്തിയ ശേഷം, സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. ആ വ്യക്തിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യമാണ് ശ്യാമയുടെ കുടുംബം ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.